ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിൽ പലർക്കും ഉണ്ടാക്കാൻ അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് ചക്ക എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ചക്ക നന്നായിട്ടൊന്ന് പഴുത്തയൊക്കെയാണ് സ്റ്റീം ചെയ്ത് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ സ്റ്റീം ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയൊക്കെ കുരുവൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് ഉലിച്ചെടുത്തിട്ട് ഇത് പേസ്റ്റ് ആക്കി എടുക്കണം. ആ ചക്ക പേസ്റ്റ് ആക്കി എടുക്കുന്ന സമയം നമുക്ക് കുറച്ച് ശർക്കര പാന ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ഒരു കുറച്ച് വെള്ളം എടുത്ത് ശർക്കര ഇട്ട് നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചക്ക പേസ്റ്റായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ ചക്ക വരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും. അടുത്ത സ്റ്റെപ്പാണ്, അറിയാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിന് ശർക്കരപ്പാനി ഞാൻ ഈ ചക്ക പേസ്റ്റിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 50 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കവരട്ടി ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിനകത്ത് 2-3-4 ഏലക്കായ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയാൻ സാധിക്കും ഇവിടം വരെ. ഇതിന് അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഗീയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗീയാണ്. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഗോതമ്പ് മാവും അതുപോലെ തന്നെ തേങ്ങായും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ബൗളിലോട്ട് ഞാൻ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മുടെ ചക്ക വരട്ടിയത്. അതിൽ പിന്നെ ഗോതമ്പ് മാവും തേങ്ങായും കൂടെ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു ചൂടായ ദോശക്കല്ലിലോട്ട് നമ്മുടെ ഈ ഗോതമ്പ് മാവും തേങ്ങായും കുഴച്ചത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചക്ക വരട്ടിയത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെയും കുറച്ച് നമ്മുടെ തേങ്ങായും അതുപോലെ തന്നെ ശർക്കരയും കൂടി ഇട്ടത് ഇതിൻ്റെ മുകളിനകത്ത് നമുക്ക് കുറച്ചൊന്ന് വിതറി കൊടുക്കണം. ശർക്കര വേണ്ടവർക്ക് ശർക്കര ഇടാം, തേങ്ങ മാത്രം വേണ്ടവർക്ക് തേങ്ങ ഇടാം. അതുകൊണ്ട് പഞ്ചസാര മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്തിട്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്ത് കഴിച്ച് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ പൊന്നുമക്കളെ, ഒരു രക്ഷയില്ല, കിടുക്കാച്ചയായിട്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ പ്രശ്നം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.